അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് PCOD PCOS റിവേഴ്സ് ചെയ്യാനുള്ള പ്രോഗ്രാംസിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതിന് മുന്നേ നമ്മൾ വേറെ പേജിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ഡയറ്റ് ഗൈഡ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ പേജിലുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് അങ്ങനെ കാണാം. ഞാൻ ഷോർട്ടാക്കിയിട്ട് അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കിയിട്ട് ഇവിടെ പറയാം. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ PCOD PCOS കൊണ്ടുള്ള വെയിറ്റ് ഗെയിനും അതുപോലെ തന്നെ സാധാരണ ഉള്ള വെയിറ്റ് ഗെയിനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാന കാരണം PCOD PCOS കൊണ്ടുള്ള വെയിറ്റ് ഗെയിന് വരുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്. അതിൽ തന്നെ മെയിനായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആൻഡ്രോജൻ ഹോർമോൺസ്, പുരുഷ ഹോർമോൺ സ്ത്രീകൾ വർദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കോർട്ടിസോള്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ തൈറോയ്ഡ് രോഗമുള്ളവർക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ്, ഇങ്ങനത്തെ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇതിൻ്റെ മെയിൻ കോസ് വരുന്നത്. പിന്നെ സാധാരണ വെയിറ്റ് ഗെയിന് വരുന്നത് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത് തടി എന്ന് പറഞ്ഞ കാര്യം, ഈ ഹോർമോണൽ ആയിട്ടുള്ള തടി മെയിനായിട്ട് വയറിൻ്റെ ചുറ്റുഭാഗത്ത്, അതുപോലെ തന്നെ തൊടൻ്റെ ഭാഗം, കഴുത്തിൻ്റെ ബാക്കിൽ, പുറം ഭാഗം, ഇങ്ങനത്തെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പടിയുക. ഇതാണ് ഹോർമോണൽ ഇംബാലൻസിൻ്റെ വലിയൊരു ലക്ഷണം. നമ്മളെ മെയിൻ വെയിറ്റ് ഇവിടെ ആയിരിക്കും കൂടുതലുണ്ടാവുക, ബാക്കി ഭാഗങ്ങൾ മെലിഞ്ഞിട്ടായിരിക്കും. ചെസ്റ്റിൻ്റെ മുകൾ ഭാഗമൊക്കെ മെലിഞ്ഞിട്ടായിരിക്കും. സാധാരണ വെയിറ്റ് ഗെയിനുള്ള ആൾക്കാർക്ക് പിന്നെ യൂണിഫോം ആയിട്ടായിരിക്കും അവരെ വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു ഡിഫറൻസ്. പിന്നെ വരുന്നത് എനർജി ലെവൽ നമ്മൾ വിശ്രമിച്ചാലും, അതായത് നമ്മൾ എത്ര ഉറങ്ങിയിട്ട് രാവിലെ നീറ്റാലും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. ഈ ഹോർമോണൽ കാരണം ഉണ്ടാകുന്ന ഈ സിംറ്റംസത്തിൻ്റെ പ്രത്യേകത അതാണ്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് വിശ്രമിച്ച് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്ഷീണമൊക്കെ തീരും, സാധാരണ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ. പിന്നെ ഉള്ളതാണ് ഷുഗർ ക്രേവിങ്സ്. ഇവിടെ ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൺട്രോൾ ആയിരിക്കില്ല ഈ ഷുഗർ ക്രേവിങ്സ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് വിൽ പവർ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോളിൽ കിട്ടും. ഓക്കെ, അതാണ് സാധാരണ ഉള്ള വെയിറ്റ് ഗെയിനിലുള്ള വ്യത്യാസം. അത് ഹാബിറ്റ് ഇൻഡ്യൂസ്ഡ് ആയിരിക്കും, ഇവിടെ ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ആണ്. പിന്നെ ശാരീരിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് ആയിട്ട് അതർ ഹോർമോൺ കൊണ്ട് ഉണ്ടാകുമ്പോൾ വെയിറ്റ് ഗെയിൻ മാത്രമായിരിക്കില്ല, വേറെയും പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റും. ചില ആൾക്കാർക്ക് മുഖക്കുരുണ്ടാവും, പീരീഡ്സ് റെഗുലർ ആയിരിക്കും, മുഖത്ത് അനാവശ്യ രോമങ്ങൾ ഉണ്ടാവും ആണുങ്ങളെ പോലെ, അതുപോലെ കഴുത്തിൻ്റെ ബാക്കിൽ കറുപ്പ് നിറം, തൈസ്, അതുപോലെ തന്നെ ആംപിറ്റ്, ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കറുപ്പ് നിറം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മുഖത്തിൻ്റെ സ്കിന്നൊക്കെ വളരെ ഒരു ഓക്വേർഡ് ഫീലിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളതിൻ്റെ ഇതിൽ എല്ലാ ലക്ഷണവും എല്ലാവർക്കും ഉണ്ടാവില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദി 1-2 കാര്യങ്ങൾ വെയിറ്റ് ഗെയിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് PCOD PCOS കൊണ്ടുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. ഇവിടെ അങ്ങനത്തെ സ്കിൻ ചേഞ്ചസ് ഒന്നും കാണില്ല, ജസ്റ്റ് വെയിറ്റ് ഗെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ സാധാരണ ഇതിൽ. അപ്പോൾ ഇത് ഈ ഫണ്ടമെൻ്റൽ പ്രോബ്ലം തന്നെ ഡിഫറെൻ്റ്, അതായത് കോസ് തന്നെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള സൊല്യൂഷനും ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ കാണുന്നത് പോലെ ജസ്റ്റ് പിന്നെ കുറേ പട്ടിണി കിടന്നിട്ട് അതുപോലെ തന്നെ കുറേ കാലറി കാര്യങ്ങളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ള വെയിറ്റ് ലോസും കാര്യങ്ങളൊന്നും നമ്മൾ അത് വർക്ക് ചെയ്യൽ ഈ സാധാരണ വെയിറ്റ് ഗെയിനാണ്. കാരണം ഹോർമോണൽ ഇതിന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മോശമാവുക ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോഗ്രാം, ഷുഗർലിൻ്റെ പ്രോഗ്രാം ആർക്കാണെന്നുള്ളത് പ്രത്യേകം പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് 50 മിനിറ്റ് മൈക്രോ ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മിനിറ്റ് എന്ന്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയെന്ന് പറഞ്ഞുതരാം. ഒന്ന്, വളരെ ടൈം കൺസ്ട്രെയിൻ്റ് ആയ ആളുകൾ, അതായത് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്, നമ്മൾ ജിമ്മിൽ പോകാനും കാര്യങ്ങളൊന്നും സമയമില്ലാത്ത ആളുകൾ. പിന്നെ മൂന്നാമത്, ട്രഡീഷണൽ കേരള ഡയറ്റ് കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ, അതായത് റൈസും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റണം, കാരണം അതേ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. നാലാമത്തത്, കാലറി കൗണ്ടിങ് കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ, അതായത് എല്ലാത്തിൻ്റെയും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കാര്യങ്ങളൊക്കെ അളന്ന് തൂക്കി കഴിക്കുമ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളാണ്, അതിൽ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കുള്ളതാണ് നമ്മളെ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ കംഫർട്ടബിൾ ആണ്, അതായത് നിങ്ങൾക്ക് ധാരാളം ടൈമുണ്ട്, നിങ്ങൾക്ക് ജിമ്മിൽ പോകാനൊക്കെ പറ്റുന്നുണ്ട്, ട്രഡീഷണൽ റൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ല, കൂടുതൽ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ കാലറി കാര്യങ്ങളൊന്നും കൗണ്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അത്ര ഒരു കംഫർട്ട്, അതായത് ഇൻകൺവീനിയൻസ് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാം പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യരുത്. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിളായ പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ പ്രോഗ്രാമിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ആവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താ വെച്ചാൽ, 50 മിനിറ്റ് മൈക്രോ ഷിഫ്റ്റ് എന്നുള്ള പേര് വരാൻ കാരണം, ഒന്ന്, നമ്മൾ ഒരു ദിവസം 15 മിനിറ്റ് താഴെയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ
ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അതാണ് 50 മിനിറ്റ്. മൈക്രോ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോലിനെയും നമ്മളെ അതുപോലെ ഷിഫ്റ്റുകളെയും അല്ലെങ്കിൽ നമ്മളെ ഡെയിലി ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ ഉള്ള ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതിനാണ് മൈക്രോ ഷിഫ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് കൊണ്ടുവന്നിട്ട് ഒരു റൂട്ടീൻ ഉണ്ടാക്കി കൊണ്ടുവരാം, ഒരു പുതിയ ഹാബിറ്റ്, ഹെൽത്തി ഹാബിറ്റ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ 50 മിനിറ്റ് മൈക്രോ ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ പേര് വരുന്നത്. ഇനി നമുക്ക് 3 ലെവൽ ഓഫ് പ്രോഗ്രാമാണ് ഉള്ളത്. അത് ബേസ്ഡ് ഓൺ അഫോർഡബിലിറ്റി ആണ് നമ്മളങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ ഇതാണ് ബേസിക് പ്രോഗ്രാം. ഇത് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്, അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പേഴ്സണലൈസേഷൻ ഉള്ളതാണ്. പിന്നെ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിനേക്കാളും കൂടുതൽ പേഴ്സണലൈസേഷൻ വേണ്ടവർക്കുള്ളതാണ്. ഇത് തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ബേസിക് ആയാലും പ്രോ ആയാലും പ്രീമിയം ആയാലും ഇതിൽ 2 കാര്യങ്ങളെ മാറ്റം വരുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഡോക്ടറിൻ്റെ ആക്സസ്, ഓക്കെ, പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് കോച്ചിൻ്റെ ആക്സസ്. അതായത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലൈസ് ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് മാനേജറിൻ്റെ ആക്സസ്. അതിൽ ബേസിക്കൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ബേസിക്കൽ നിങ്ങൾക്ക് നിങ്ങളെ ഡോക്ടറും അതുപോലെ തന്നെ നിങ്ങളെ ഡെഡിക്കേറ്റഡ് കോച്ചും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ ആണ് ഉണ്ടാവുക. അതിൽ നമ്മൾ കൂടുതൽ ആളുകളെ ഒരു ചാലഞ്ച് രീതിയിലാണ് നമ്മൾ ബേസിക്കലി ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ഫോളോ അപ്പ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഡോക്ടർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ഈ പ്രോയില് നിങ്ങൾക്ക് എക്സ്ട്രാ ഈ ബേസിക്കിന് പുറമെ നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് മാനേജർ ഉണ്ടാവും. നമുക്ക് ഷുവറല്ല ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടാവും. ആ പ്രൈവറ്റ് സ്പേസിൽ ഡെഡിക്കേറ്റഡ് കോച്ചിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലൈസ് ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട സജഷനും കാര്യങ്ങളൊക്കെ പറയാം. ഈ ഡെഡിക്കേറ്റഡ് കോച്ചിന് പുറമെ ഈ പ്രോ മെമ്പേഴ്സിന് ഒരു സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അവിടെ ഡോക്ടറിൻ്റെ ആക്സസ് പ്രയോറിറ്റി സപ്പോർട്ടായിട്ട് അവിടെയും കിട്ടും. ഓക്കെ, അപ്പോൾ ഡോക്ടറിൻ്റെത് അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, മെഡിക്കൽ റിലേറ്റഡ് ഡൗട്ട് കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള പ്രോഗ്രാം റിലേറ്റഡ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഡെഡിക്കേറ്റഡ് കോച്ച് നിങ്ങൾക്ക് പ്രൈവറ്റ് സ്പേസിൽ ആപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏരിയകളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്തൊക്കെ വ്യത്യാസം എന്നുള്ളത്. പിന്നെയുള്ള മൂന്നാമത്തത് ഡോക്ടറിൻ്റെ ആക്സസ് ആണ്. ഡോക്ടറിൻ്റെ ആക്സസ് പ്രീമിയം ഉള്ള ആളുകൾക്ക് മാത്രമേ ആണുള്ളൂ. ഇത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളെ നമുക്കൊരു മാസം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രോയും പ്രീമിയം ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടറിൻ്റെ ആക്സസ് ഉള്ളതിൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആപ്പിൽ തന്നെ ഡോക്ടർ 1-to-1 കൺസൾട്ടേഷൻ ഉണ്ടാവും. സൂമിലൂടെ ആയിരിക്കും അത്, അപ്പോൾ ഓൺലൈനായിരിക്കും. പിന്നെ അതിന് പുറമെ ഡോക്ടർ 45 ഡേയ്സ് നിങ്ങളെ നിരന്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോക്ടറോട് പ്രൈവറ്റ് ആയിട്ട് തന്നെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം ആപ്പിലൂടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. നമ്മളെല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് 45 ഡേയ്സ് ആണ്. ഇതാണ് നമ്മളെ മിനിമം ഡ്യൂറേഷൻ. നമ്മൾ വെക്കാൻ കാരണം, നമുക്ക് ഒരു പീരീഡ്സിൻ്റെ ടൈം, ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ടൈമെങ്കിലും നമുക്ക് മോണിറ്റർ ചെയ്യാൻ ആളുകൾ കിട്ടണം. അപ്പോഴുള്ളൂ നമുക്ക് ഇവരെ പിന്നെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോർമോൺസ് കറക്റ്റ് ആയിട്ടുണ്ടോ, പീരീഡ്സ് നാച്ചുറലി വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ടൈം പീരീഡ്. അപ്പോൾ ഇതാണ് നമ്മളെ ആപ്പ്. ആപ്പിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ചെക്ക് ഇൻ ഇതുണ്ട്. അതായത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഫീഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഫോം കാര്യങ്ങളൊക്കെ ഇവിടെ വരും. പിന്നെ നിങ്ങൾക്കൊരു വാട്ടർ ട്രാക്കർ, പിന്നെ വെയിറ്റ് ട്രാക്ക് ചെയ്യാനുള്ളത് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. പിന്നെ ഇതാണ് ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട് ഇവിടെ വരുന്നത്. അത് നോക്കി കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിൻ്റെ ആണ്. അപ്പോൾ അവരുടെ ഡെയിലി പ്രോഗ്രസ്, വർക്കൗട്ട് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഈ കണ്ടന്റ് ലൈബ്രറിയിൽ ഉണ്ടാവുക. ഇവിടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അവർക്ക് ഈവൻസ് ഒക്കെ മാർക്ക് ചെയ്യാൻ, അതായത് ഒരു പീരീഡ്സിന്റെ ടൈം കാര്യങ്ങളൊക്കെ കറക്റ്റ് എത്ര ദിവസം ഫ്ലോ ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കലണ്ടർ ഈവൻസ് ഉണ്ട്. ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു മെസ്സേജ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് അവർക്ക് ചാറ്റ് ചെയ്യാനൊക്കെ ഉള്ള പ്രൈവറ്റ് സ്പേസ് ആണിത്. അപ്പോൾ ഇത് ബേസിക് പ്ലാൻ എടുത്ത ഒരു ക്ലയന്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കാര്യങ്ങളൊന്നും കാണാത്തത്. അപ്പോൾ നിങ്ങൾ പ്രൈവസി കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഈ ആപ്പിൽ നിങ്ങൾക്ക് താഴെ കാണാം ഇങ്ങനെ ഇവിടെ വർക്കൗട്ടിന്റെ ഭാഗത്തായിരിക്കും റിപ്പോർട്ട് വർക്കൗട്ട്. ഇതിപ്പോൾ പേഷ്യന്റ് കഴിഞ്ഞ പേഷ്യൻ്റാണ്. അപ്പോൾ അവർക്ക് പ്രോഗ്രാം ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ന്യൂട്രീഷൻ കാര്യങ്ങളും ഈ ഭാഗത്തുണ്ടാവും. കലണ്ടറിൽ ഞാൻ പറഞ്ഞ പോലെ ഈവൻസും കാര്യങ്ങളൊക്കെ അവർക്ക് മാർക്ക് ചെയ്യാം മുകളിൽ. പിന്നെ നിങ്ങൾക്ക്
നിങ്ങളുടെ പ്രോഗ്രസ് ഡാറ്റ അതുപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിവൈസുകൾ കണക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ സ്മാർട്ട് വാച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കണക്ട് ചെയ്തിട്ട് അവരെ ഹെൽത്ത് ഡാറ്റ ഇവിടെ ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഇതാണ് ഓൾ ടുഗദർ നമ്മുടെ ആപ്പിന്റെ കാര്യങ്ങൾ വരുന്നത്. വാട്സാപ്പ് ഫോളോ അപ്പ് തന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചതുണ്ട്. ഇതൊരു പഴയ കഴിഞ്ഞു പോയ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ കുറേ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കുള്ള ആൾക്കാർക്കും പ്രോ ഉള്ള ആൾക്കാർക്ക് ഡോക്ടേഴ്സിനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കിട്ടും. പ്രീമിയം ആൾക്കാർക്ക് ഡോക്ടേഴ്സിനെ ആപ്പിൽ കിട്ടും. പിന്നെ ഡെഡിക്കേറ്റഡ് കോച്ച് പ്രോ ഉള്ള ആൾക്കാർക്ക് കിട്ടും. അപ്പോൾ തന്നെ പ്രീമിയം ആളുകൾക്ക് കിട്ടും. ബേസിക്കുള്ള ആളുകൾക്ക് ഡെഡിക്കേറ്റഡ് കോച്ച് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വിചാരിക്കും. പിന്നെ ഇതിൽ സ്ഥിരമായിട്ടും വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും. വർക്കൗട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ടൈം കുറഞ്ഞ ആളുകളെ നമ്മൾ കാറ്റർ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും എല്ലാതും 15 മിനിറ്റ് താഴെയാണ് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ വർക്കൗട്ട് തന്നെ ഓരോരുത്തരുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് കൊടുക്കുക. മെയിനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് യോഗ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പിന്നെ ഫിറ്റ്നസ് റിലേറ്റഡ് വർക്കൗട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ കൊടുക്കും. എസ്പെഷ്യലി പിന്നെ മസിൽ മാസ് കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആളുകളാണെങ്കിൽ അവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ വർക്കൗട്ട് കൊടുക്കുന്നത്. ഇത് റെക്കോർഡഡ് ആയിട്ട് ആപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങളെ കൺവീനിയൻസ് അനുസരിച്ച് പലരും പല നാട്ടിലുള്ള ആളുകളായിരിക്കും. അതായത് നമുക്ക് മെയിൻലി വരുന്നത് UK, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പിന്നെ USA, പിന്നെ GCC കൺട്രീസ്, പിന്നെ നാട്ടിലുള്ള ആളുകളും. പല ടൈം സോണിലുള്ള ആളുകളായതുകൊണ്ട് ഇവരെല്ലാവർക്കും അവരെ കൺവീനിയൻസിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡഡ് ആയിട്ട് വെക്കുന്നത്. ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ യോഗ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രെയിനർ കാര്യങ്ങളൊക്കെ വേണം, അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിൽ കസ്റ്റമൈസേഷൻ സൊല്യൂഷൻ ഉണ്ട് അവർക്ക്. അപ്പോൾ സെപ്പറേറ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തുതരും. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് ഹോസ്റ്റലറാണ്, അധികം കസ്റ്റമൈസേഷനൊന്നും എനിക്ക് ടൈറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഹോസ്റ്റലിലാണ് ഞാൻ വർക്കിംഗ് ആണ്, പക്ഷേ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കണം, എനിക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെ അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലൊന്നും വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ ചെറിയ ചെറിയ അഡീഷൻസാണ് നമ്മൾ ചെയ്യുക. അതും അവരെ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ മൾട്ടിപ്പിൾ ഷിഫ്റ്റുള്ള ആളുകളുണ്ട്, അവർക്ക് ഒന്ന് കൂടുതൽ സമയം ഒരു ദിവസം തന്നെ ഡ്യൂട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരാഴ്ച തന്നെ ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. എസ്പെഷ്യലി നേഴ്സസ്, അതുപോലെ തന്നെ പിന്നെ ഫീൽഡ് വർക്കൊക്കെ ഉള്ള സയൻറ്റിസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് UK എന്നൊക്കെ വരുന്നതൊക്കെ ഇങ്ങനത്തെ കണ്ടീഷൻസാണ്. UK GCC ഒക്കെ ഇതേ പ്രോബ്ലം ഉള്ളവരാണ്. പിന്നെ കോണ്ടൻസ്, ഇവർക്കൊക്കെ ഓവർ ടൈം വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ബാക്കി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെയുള്ള ബട്ടണിൽ ബേസിക് നിൽക്കുക, ബേസിക്കിൻ്റെ പ്രൈസ് കിട്ടും. അതുപോലെ തന്നെ പ്രീമിയം പ്ലാൻ നിൽക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പ്രോയും പ്രീമിയം തമ്മിലുള്ള ഡിഫറൻസും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും. എല്ലാ പ്ലാനുകളും ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് ഇനി കയറിയതിന് ശേഷം ഉടനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്പം തന്നെ നമ്മളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുള്ള് എമൗണ്ട് റീഫണ്ട് വാങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈ പ്രോബ്ലം മാറണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ വേണം. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഈ പ്രോഗ്രാം ജോയിൻ ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക. നിങ്ങൾ പ്രോഗ്രാം ജോയിൻ ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളങ്ങനെ ഒരു അസസ്മെൻറ്റ് ചാർട്ട് ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങളെ വേസ്റ്റാണ് ഈ ഭാഗം, അതുപോലെ തന്നെ ഇവിടെ ഹൈറ്റാണ്, ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങളെ പ്ലോട്ട് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഒരു പ്ലോട്ട് വെപ്പിക്കും. അതിന് പുറമെ നമ്മളൊരു സെൽഫ് അസസ്മെൻറ്റ് ക്വിസ് ഉണ്ട്, ആ ക്വിസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് റിപ്പോർട്ട് തരും, എന്താണ് നിങ്ങളെ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ അവെയർ ആക്കാനുള്ള റിപ്പോർട്ട് തരും, എന്തൊക്കെ ഹോർമോൺ ഇംബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഫേഷ്യൽ ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെ ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആ ക്വിസിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഇനി താഴെയുള്ള ബട്ടന് നിൽക്കിയതിന് ശേഷം നിങ്ങൾക്കൊരു വാട്സാപ്പിലൊരു ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കസ്റ്റമർ സപ്പോർട്ടിലുള്ള ഷുഗറിലെ കസ്റ്റമർ സപ്പോർട്ടിലുള്ള നമ്മളെ മെമ്പേഴ്സ് നിങ്ങളെ ബന്ധപ്പെട്ടതിന് ശേഷം നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചറിയും. നിങ്ങൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗൈഡൻസും കാര്യങ്ങളൊക്കെ നൽകും. ഓക്കെ, അപ്പോൾ ഓരോ പേജിലും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ താഴെയുള്ള ബട്ടൺ നോക്കിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ ഹോർമോൺ ഇംബാലൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോബ്ലംസ് റെഡിയാക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് പറയാനുള്ളത്. ഐ എം ഡോക്ടർ തസീം ഷെരീഫ്, കോ ഫൗണ്ടർ ഷുഗറില. ബൈ.